എടാ അഖിൽമാരാറേ, എടാ അനലൈസറേ, നീ അനലൈസറാ സ്റ്റെബിലൈസറാ ബൂസ്റ്ററാ എന്ത് മാങ്ങാത്തൊലി ആയിരിക്കും. അപ്പൊ മാങ്ങ എന്ന് പറയുമ്പോ നീ നേരത്തെ പഴയ മാങ്ങ കച്ചവടത്തിൽ പൊക്കളയല്ലേ. എടാ നിനക്ക് നിലവാരമുണ്ടാടാ. നീ ഇന്നലെ 24-ലെ ആത്മീയ മുമ്പ് കിടന്നുകൊണ്ട് നീ അങ്ങ് നല്ല രീതിയിൽ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നല്ലേ. നീ വെള്ളയും ഇട്ട് വന്ന നിന്നെ വൈറ്റ് വാഷ് ചെയ്ത് വിടുമെന്ന് വിചാരിച്ചാ നീ. എടാ എന്റെ പൊന്ന് സഹോദര, നിനക്ക് നിലപാടെന്ന് പറയുന്ന സാധനമേ ഇല്ല. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 തോണിയിൽ കാല് വെച്ച് നിൽക്കുന്ന സ്വഭാവമാണ് നിന്റേത്. നീ ആശയത്തിന് വേണ്ടി ജീവിക്കുന്നവനല്ല, നീ ആമാശയത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് നീ. പിന്നെ നീ ആരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടാ, ഇന്ന് ഈ നിമിഷം വരെ നീ ആരെയെല്ലാം കുറ്റം പറഞ്ഞിട്ടുണ്ടാ, അവസാനം നീ പോയി അവരെ കാല് നക്കിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ബിഗ് ബോസ്. നീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോണേ കാട്ടി നല്ലത് ലുലുമാലി പോയി മുണ്ടൊക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് നീ അതേ മുണ്ട് പൊക്കി പിടിച്ചോണ്ട് ബിഗ് ബോസിൽ പോയി 100 ദിവസം അവിടെ ഇരുന്ന് കള്ളച്ചാപ്പാട് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നീ BJP-ക്കാരെ അടിമുടി നീ വിമർശിച്ചു. എന്നിട്ട് അവസാനം BJP-ക്കാരടുത്ത് പോയി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് വിട്ട് എല്ലാം ചെയ്ത് നീ അവമാനകാലം നക്കിപ്പോയി. അത് കഴിഞ്ഞ് നീ രമേശ് ചെന്നിത്തലയോടെ പോയിരുന്ന അപ്പം മുട്ടക്കറിയും കഴിച്ചു. അവിടെയെങ്കിലും അഭയം കിട്ടുമെന്ന് വിചാരിച്ചു. അവിടെയും നിനക്ക് കിട്ടിയില്ല. എടാ ഒന്നീ ഒരു കോൺഗ്രസ്സുകാരനെന്ന് പറയണം, അല്ലെങ്കിൽ ഒരു BJP-ക്കാരനെന്ന് പറയണം, അല്ലെങ്കിൽ ഒരു നീ എന്ത് പറയണം, ഒരു CPM-കാരനെന്ന് പറയണം. CPM-കാരനെന്ന് നീ പറയില്ല, നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യവും നമുക്കില്ല. നീ ഇത്രയും ഒരു അല്പമെങ്കിലും നീ വളർന്നത് ഇതേ കണക്ക് ഈ പാർട്ടിയെ കുറ്റം പറഞ്ഞ് ചോര ഊറ്റി കുടിച്ചാണ് നീ ജയിച്ചത്, വളർന്നത്. നീ സാറാണെന്നൊക്കെ പറയുന്നത്, നീ ഒരു സാറും അല്ല, ഒരു മാങ്ങാത്തൊലിയില്ല. നീ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഒരു 7 ഗതി പിടിക്കൂല. ആ രീതിയിലുള്ള പിള്ളേരായിരിക്കും നീ പഠിപ്പിച്ച പിള്ളേരൊക്കെ. പിന്നെ നീ എല്ലാം പറയുമ്പോൾ നീ വന്നിട്ട് പറയല്ല, നീ ഭയങ്കര സർവ്വജ്ഞാന മോക്ഷം എന്നുള്ള രീതിയിൽ വന്നിട്ട് പറയുമല്ല, ഞാൻ ഹരിഗോവിന്ദന്റെ കവിത ഉദ്ധരിക്കാം, മറ്റൊരു ഉദ്ധരിക്കാം, മറിച്ച ഉദ്ധരിക്കാന്ന്. നീ വേറെ ഒന്നും ഉദ്ധരിക്കണ്ട. നിനക്ക് ഞാൻ ഒരു കവിത അങ്ങോട്ട് പറഞ്ഞു തരാം. ഇവിടെ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും കൊതുകിന് ചോര തന്നെ കൗതുകം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നല്ലത് അകിടിന് പാലുണ്ടെങ്കിലും കൊതു പാല് കുടിക്കൂല, ചോരയെ കുടിക്കൂ. അതേപോലെയാണ് നീയും. നീ നല്ലത് നിനക്ക് അറിഞ്ഞുകൂടാ. നീ എവിടെ തീട്ടോ ചാടാനുണ്ടാ നീ അവിടെ പോവും. നിനക്ക് വേണ്ടത് ഇതാണ്. അതാണ് നിന്റെ